ഹലോ ഗായ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ നമ്മളോട് കുറച്ച് ആവശ്യങ്ങൾക്കായിട്ട് വർക്കലിലോട്ട് പോവുകയാണ്. നല്ല വെയിലുണ്ടായിരുന്നു. നട്ടുച്ചയ്ക്കാണ് ഞങ്ങൾ ഇറങ്ങിയത്. പക്ഷേ കുറേ ആവശ്യങ്ങളുണ്ട്. അപ്പം ഞങ്ങൾ പോയാലേ പറ്റത്തുള്ളൂ. അങ്ങനെ അന്നേരം ഞങ്ങൾ എന്തൊക്കെയോ ചെയ്ത് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വെയിലും കൊണ്ട് ഞങ്ങൾ ഇറങ്ങി. സാധാരണ ഞങ്ങൾക്ക് വെയിലത്ത് പോകണത് ഒട്ടും ഇഷ്ടമില്ല. പക്ഷേ പോണ വഴിക്ക് പകുതി എത്തിയപ്പോഴാണ് ആലോചിച്ചത് ബാങ്കിൽ കയറണമായിരുന്നു. പക്ഷേ പാസ്ബുക്ക് എടുക്കാൻ മറന്നു. അങ്ങനെ വീണ്ടും തിരിച്ച് വന്ന് പാസ്ബുക്ക് എടുക്കാൻ വേണ്ടി അവൾ അകത്തോട്ട് പോയി. അപ്പോൾ ഞാൻ എന്തൊക്കെയോ അതിനെ പറ്റി ഇരുന്ന് വളവള പറയുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തോ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ പാസ്ബുക്ക് എന്നൊക്കെ പറഞ്ഞ് തെറ്റിപ്പറഞ്ഞ് എന്തൊക്കെയോ ആകെ ചളവാക്കി ഞാൻ സംസാരിക്കുകയാണ്. അപ്പം ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലത്തെ റോഡ്. ഇത് ഈ സ്ഥലം മനസ്സിലായവരെന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ നിന്നല്ല വീട്ടിൽ നിന്ന് പാസ്ബുക്കൊക്കെ എടുത്തിട്ട് ഞങ്ങൾ വീണ്ടും തിരിച്ച് വർക്കലോട്ട് പോയി. നല്ല വെയിലുണ്ടായിരുന്നു. വെയിലെന്ന് വെച്ചാൽ അതിൽ വെയിലായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ആദ്യം ഞങ്ങൾ ആധാർ കേന്ദ്രത്തിലെത്തി. പക്ഷെ നമ്മളെ സമയം ശരിയായത് കൊണ്ട് തന്നെ അവിടെയുള്ളവർ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഞങ്ങൾ നട്ടുച്ച സമയത്തല്ലേ ഇറങ്ങിയത്. അപ്പോൾ ആ സമയത്ത് അവരൊക്കെ ഫുഡ് കഴിക്കാൻ പോയി. അങ്ങനെ പോയി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചാൽ വെറുതെ വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കേണ്ട, എന്നാൽ നേരെ ബാങ്കിൽ പോകാമെന്നും പറഞ്ഞ് സംസാരിച്ചുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ബാങ്കിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങി. അപ്പോൾ ഈ കാണുന്നതാണ് വർക്കല. ഓൾമോസ്റ്റ് കുറേ പേർക്ക് അറിയായിരിക്കും വർക്കല. അങ്ങനെ ഞങ്ങൾ നേരെ ബാങ്കിലെത്തിയപ്പം അതിലും വലിയ ഒരു കോമഡിയാണ് അവിടെ നിന്ന്. അവിടെ ഭയങ്കര തിരക്ക്. ഞങ്ങൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്തൊരു തിരക്കായിരുന്നു ഇന്ന് നമ്മൾ പോയപ്പോൾ IOB ബാങ്കിൽ. അങ്ങനെ ഞങ്ങൾ ബാങ്കിലത്തെ കാര്യങ്ങളും കഴിഞ്ഞിട്ട് വീണ്ടും ആധാർ കേന്ദ്രത്തിലോട്ട് പോയി. IOB ബാങ്കിൽ ഞങ്ങളൊരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വന്നാട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ ആധാർ കേന്ദ്രത്തിൽ പോയിട്ട് ഇവിടെ ആധാർ ഇതുവരെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. കുഞ്ഞിരി എടുത്ത ആധാറായിരുന്നു. അപ്പോൾ അപ്ഡേറ്റ് ചെയ്യാത്തതുകൊണ്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനും പിന്നെ അഡ്രസ്സിൽ കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ടെന്ന്, അപ്പോൾ അതൊക്കെ ചേഞ്ച് ചെയ്യാനും കൂടെ ആയിട്ടാണ് ഞങ്ങൾ പോയത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പേയ്മെൻറ്റ് താഴെ അടയ്ക്കണം. ഇത് HDFC ബാങ്കിൻ്റെ ആധാർ കേന്ദ്രമായിട്ട്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് പേയ്മെൻറ്റ് താഴെ അടയ്ക്കണം. അങ്ങനെ പേയ്മെൻറ്റ് അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കാണിത്. അങ്ങനെ എന്തൊക്കെയോ ഞാൻ സംസാരിച്ചിടത്തും പറയാൻ എനിക്കറിയത്തില്ല. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ സ്മാർട്ട് ബസാറിൽ പോയി കുറച്ച് സാധനം മേടിക്കും. കാര്യങ്ങൾ ഇന്ന് സിനിമ കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് കുറച്ച് കഴിക്കാൻ വേണ്ടിയുള്ള സാധനം കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇറങ്ങാൻ നേരത്തെ വേറൊരു സാധനം മേടിക്കാത്തത് മറന്നുപോയത്. അങ്ങനെ ഞങ്ങൾ സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് മുകളിലോട്ട് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ഇനി ഇങ്ങോട്ട് വന്ന ലിഫ്റ്റിലോട്ട് കയറാൻ വേണ്ടി മുകളിൽ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങളിന്ന് കാണാൻ പോകുന്നത് പ്രണവ് മോഹൻലാലിൻ്റെ സിനിമയുടെ പേര് എനിക്ക് മറന്നുപോയി. എന്താണെന്തോ മറന്നുപോയി. അപ്പോൾ ഞങ്ങൾ നേരെ ലിഫ്റ്റിൽ കയറി. ഇതൊരു ഔട്ട്ഫിറ്റ് ചെക്കായിരുന്നു ഗൈസ്. ഞങ്ങളുടെ ഒരു ഔട്ട്ഫിറ്റ് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ ഷർട്ടും ഈ ഒരു ജീൻസും. അവളത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ലൊരു പേഴ്സൽ കളറ്, യെല്ലോ കളറ്. ഇതിൻ്റെ മുന്നേ തന്നെ ഒരു മിനി വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഡ്രസ്സ് അവൾ മേടിച്ചതിൻ്റെ. അങ്ങനെ മുകളിൽ എത്തിയിട്ട് ഞങ്ങൾ കുറച്ച് സാധനം മേടിച്ചിട്ട് പിന്നെ താഴെ വന്നിട്ട് ലേസ് മേടിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഞാനും അവളും കൂടെ 2-3 ലേസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് പോയി ബില്ല് ചെയ്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി ഞങ്ങൾ നമുക്ക് 6 മണിക്കായിരുന്നു ഷോ. അപ്പോൾ നേരെ വീട്ടിലോട്ട് പോകണമെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് നല്ല വിശക്കുന്നുണ്ട്. അങ്ങനെ പോണ വഴിക്ക് ഏതെങ്കിലും ഒരു കടയിൽ നിന്ന് ഫുഡ് മേടിക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നേരെ പപ്പാജി കയറിയിട്ട് അവിടെ നിന്നൊരു ചിക്കൻ ബിരിയാണി പറഞ്ഞിട്ട് ഇരിക്കുവാണ് പാഴ്സൽ. അങ്ങനെ ഞങ്ങൾ അതും മേടിച്ച് വീട്ടിൽ പോയപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ.